2013-14 കാലഘട്ടത്തിൽ ഞാനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ സ്കൂളുകളിലൊക്കെ എനിക്ക് പേഴ്സണലി ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള 2 CD-കളാണത്. സോഷ്യൽ സയൻസിന് ഹിസ്റ്ററിക്കും ജിയോഗ്രഫിക്കും ഒരു സിനിമ സ്റ്റൈലിൽ നമുക്ക് ഈ CD പ്രൊജക്ടർ വന്നൊരു സമയമൊക്കെയാണ്. ക്ലാസ് റൂമുകൾ പ്രൊജക്ടർ വ്യാപകമായ സമയത്ത് ഈ CD നമ്മൾ പ്രദർശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്ന് പണി കുറവായിരുന്നു. ഇതിൻ്റെ പിറകിലുള്ള ആളുകളെ ഞാൻ പരിചയപ്പെടുത്തരാം. ഇതൊക്കെ ഇപ്പോൾ ഒഴിവായിട്ടോ. അപ്പോൾ അതൊന്നല്ല, കാലഘട്ടം മാറി ഇപ്പോൾ അതിലും വലിയ സംവിധാനത്തിൽ ഉള്ള പദ്ധതികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പാരൻസിനും സ്റ്റുഡൻസിനുള്ള ഒരു വീഡിയോ ആണിത്. അതിൻ്റെ പിറകിലുള്ള ആളുകൾ എന്താണ്, അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു ഒരു വിഷ്വൽ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. 1789 ആയപ്പോഴേക്കും ഫ്രാൻസ് ഒരു ചോരക്കളമായി മാറിയിരുന്നു. ഫ്രാൻസിലെ രാജാവിന് പോലും രക്ഷപ്പെടാൻ പറ്റാതെയായി. ഇവിടുത്തെ രാജാവായിരുന്ന ലൂയി 16 അന്നത്തെ വിപ്ലവകാരികൾ വിചാരണ ചെയ്തതിനു ശേഷം ജനമധ്യത്തിൽ കൊണ്ടുവന്നു. ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് കൊന്നുകളഞ്ഞു. ഇനി അടുത്തത് ഫ്രഞ്ച് രാജ്ഞി മേരി അന്റോണറ്റിന്റെ ഊഴമായിരുന്നു. ഓക്കെ, സന്തോഷം. പിന്നെ റഹ്മത്തുള്ള ഹായ്, ഇവരെന്തായാലും പരിചയപ്പെടുത്തണം. സെൻ ലാബിദ് ഒക്കെ നമ്മുടെ സ്റ്റുഡൻസും ആണ്. ഇപ്പോൾ വലിയ എന്നെക്കാളും ഉയരങ്ങളിലാണ്. അൽഹംദുലില്ലാ, സന്തോഷം കേട്ടോ. പിന്നെ ആ CD ഭയങ്കര സക്സസ് ആയിരുന്നു കേട്ടോ. രണ്ടാളും ഒരുപാട് ആ കാലഘട്ടത്തിൽ സോഷ്യൽ സയൻസ് അന്ന് ഭയങ്കരമായിരുന്നു. അപ്പോൾ സ്റ്റുയിഡ് ലേണിംഗ് ആപ്പ് ഒരു സാധാരണ ആപ്പല്ല. ഇവരുടെ വലിയൊരു ഡ്രീം പ്രൊജക്റ്റിൻ്റെ സക്സസിൻ്റെ സമയമാണ് ഇപ്പോൾ. ഒരുപാട് ആളുകളാണ് അത് ഡിപ്പെൻഡ് ചെയ്ത്, ഒരുപാട് സ്റ്റുഡൻസാണ് അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവം 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് പിന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാം. കാരണം അതിൻ്റെ വിഷ്വലും അതേപോലെ തന്നെ അതിൻ്റെ ടീച്ചിങ് ഒരു വേറെ ലെവലാണ്. അടിപൊളിയാട്ടോ. നിങ്ങളുടെ 3 പ്രൊജക്റ്റുകളൊന്ന് പെട്ടെന്ന് പറയാം, ഏതൊക്കെയാണെന്നുള്ളത്. 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് 3D ആനിമേഷൻ ക്ലാസ് പ്ലസ് ഡെയിലി ലൈവ് ക്ലാസ്. ഇതാണ് നമ്മൾ ഒന്ന്. രണ്ടാമത് നമുക്ക് എലമെൻ്ററി റെക്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട്. അഥവാ ബേസിക് അറിയാത്ത ഏത് കുട്ടികൾക്കും ഏത് പ്രായത്തിലും ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ കുട്ടികൾക്ക് ബേസിക്കിന് നല്ല ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം മിക്ക കുട്ടികൾക്കും ബേസിക് അറിയില്ല. അത് നമ്മൾ പൂർണ്ണമായിട്ട് പരിഹരിച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ 3ാമത്തെ കോഴ്സാണ് അക്കാഡമിക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. മിക്ക മലയാളം മീഡിയം സ്റ്റുഡൻസിനും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ നല്ല ടഫാണല്ലോ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ മലയാളം മീഡിയം പിന്നെ ഇല്ല. 100% ഇംഗ്ലീഷാണ്. അത് സയൻസ് ആയാലും കോമേഴ്സ് ആയാലും ഏതാണെങ്കിലും ഇംഗ്ലീഷ്. പിന്നെ ആ സമയത്ത് മലയാളം മാത്രം പഠിച്ചൊരു കുട്ടിക്ക് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ നല്ല ടഫായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അക്കാഡമിക് ഇംഗ്ലീഷ് എന്ന കോഴ്സിൽ 1 ഇയറാണ് കോഴ്സെങ്കിലും 4 മാസം കൊണ്ട് തന്നെ ഞങ്ങൾ അത് എക്സ്പേർട്ടാക്കി കുട്ടികളെ മാറ്റിയെടുക്കും. നമ്മൾ ഏകദേശം ഒരു 13 വർഷം കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ CD കാലഘട്ടം മുതൽ ഇപ്പോൾ ലേണിംഗ് ആപ്പിൽ വരെ എത്തി നിൽക്കുന്നത്. ഒരു കുട്ടി ഇപ്പോൾ ഇന്ന് ക്ലാസ്സിൽ ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് വിളിക്കും അവരെ പാരൻസിനെ വിളിക്കും, എന്തുകൊണ്ടൊന്നും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന കാര്യം ഞങ്ങൾ ഇൻഫോം ചെയ്യണം. അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഞങ്ങൾ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓണ പരീക്ഷൻ്റെ മുമ്പ് എക്സാം ഉണ്ടാവും, ക്രിസ്മസ് പരീക്ഷൻ്റെ മുമ്പ് എക്സാം ഉണ്ടാവും, മോഡൽ എക്സാമുകൾ, ഇങ്ങനത്തെ ഒരുപാട് എക്സാമുകളൊക്കെ നമ്മൾ നടത്തിയിട്ടാണ് കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിച്ച് കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യിപ്പിക്കുന്നത്. ഒരുപാട് ലേണിംഗ് ആപ്പുകൾ നമുക്കുണ്ട്. എന്താണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ലേണിംഗ് ആപ്പായ സ്റ്റുയിഡ് ലേണിംഗ് ആപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മറ്റ് ആപ്പുകളിൽ നിന്നും നമ്മുടെ സ്റ്റുയിഡ് ലേണിംഗ് ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ആപ്പുകൾ എന്താ ചെയ്യുന്നത്, അവർ സ്കൂളിൽ എങ്ങനെയാണോ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ സെയിം ബ്ലാക്ക് ബോർഡ്, ചോക്ക്, പുസ്തകങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ട്രഡീഷണൽ ക്ലാസ് തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഓൾറെഡി കുട്ടി സ്കൂളിൽ ഇത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടിയാണ്. പിന്നെ അതേ ക്ലാസ് തന്നെ ആ കുട്ടിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സ്റ്റുയിഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സ്കൂളിൽ എന്താണോ അധ്യാപകർ പഠിപ്പിക്കുന്നത് അത് വീട്ടിൽ ചെന്നിട്ട് ആ കുട്ടിക്ക് എളുപ്പത്തിൽ അത് റിവിഷൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള മെറ്റീരിയൽസാണ് കൊടുക്കുന്നത്. അതായത് വിഷ്വൽസ്. ഉദാഹരണത്തിന് കുട്ടി ബയോളജിയിലോ കെമിസ്ട്രിയിലോ ഒരു ചാപ്റ്ററാണ് സ്കൂളിൽ നിന്ന് പഠിച്ചതെങ്കിൽ അത് അവർക്ക് വീട്ടിൽ ചെന്നിട്ട് സ്റ്റുയിഡ് ലേണിംഗ് ആപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് കണ്ടു പഠിക്കാൻ പറ്റും. അതായത് സ്കൂളിലൊരു 3/4 മണിക്കൂർ ഉപയോഗിച്ചിട്ടായിരിക്കും ഒരു പീരീഡ് എടുക്കുന്നത്. അതൊരു 5 മിനിറ്റ് അതിനുള്ളിൽ ആ കുട്ടിക്ക് അത് കണ്ടു പഠിക്കാൻ പറ്റും. ഞങ്ങളൊരു കോൺഫിഡൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ,
കഴിഞ്ഞ വർഷം 5ൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർ ഞങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാതെ തന്നെ അവർ ഞങ്ങളെ വിളിച്ചിട്ട് 6ാം ക്ലാസ് അഡ്മിഷൻ വേണമെന്ന് പറയുന്നുണ്ട്. അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞു? അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞു. അത് മാത്രമല്ല, ഈ ബേസിക് ഉണ്ടല്ലോ, കുട്ടികളെ ബേസിക് ലേണിങ്ങിന് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പഠിച്ചല്ലോ, അവർ പിന്നെ അത് റെഡി ആയതിൻ്റെ ശേഷം അടുത്ത വർഷത്തെ സ്കൂളിലത്തെ സബ്ജക്റ്റുകൾക്ക് വേണ്ടി ട്യൂഷന് ജോയിൻ ചെയ്തിട്ടുണ്ട്. കുട്ടിക്ക് ഫോൺ കൊടുത്താൽ പിന്നെ അവിടെ കുട്ടി പഠിക്കുകയാണോ അല്ലെങ്കിൽ ഫോണിൽ മറ്റെന്തെങ്കിലും കണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് എല്ലാ പാരൻസിനും. അപ്പം ഞങ്ങളിതിൽ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ടൈം സെലക്ട് ചെയ്യാം. 7:30 to 8:30, 8:30 to 9:30 ഈ ടൈമിലാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. അപ്പോൾ ഇവർക്ക് ഏതെങ്കിലും ഒരു സമയം ചൂസ് ചെയ്താൽ ആ 1 മണിക്കൂർ മാത്രം ക്ലാസ് കണ്ടാൽ മതി. ഞങ്ങൾ 3D ആനിമേഷൻ ക്ലാസ് ഇവർ അതും ടീച്ചേഴ്സ് പറയുന്ന ഒരു നിശ്ചിത ടൈമിൽ മാത്രം കണ്ടാൽ മതി. അതുപോലെ തന്നെ കുട്ടികൾ എത്ര സമയം ക്ലാസ് കണ്ടു, ഏതൊക്കെ ക്ലാസ്സുകളാണ് കണ്ടത് എന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഞങ്ങൾ കൃത്യമായ മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട്. പാരൻസിന് ഞങ്ങൾക്ക് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അതോ കുട്ടികൾ ഈ പേര് പറഞ്ഞിട്ട് ഫോൺ മിസ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മളെ ആപ്പിൽ തന്നെ എക്സാം ഉണ്ട്. ഈ എക്സാം അറ്റൻഡ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ അടുത്ത ക്ലാസ്സൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എക്സാമിൻ്റെ മാർക്ക് പാരൻസിന് അറിയാൻ പറ്റും. ഇതൊക്കെ ആപ്പിൽ പാരൻസിന് കാണാൻ പറ്റും. കുട്ടികളൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, പഠിക്കാൻ താല്പര്യം ഉണ്ടാവും പക്ഷെ പഠിക്കാൻ കഴിയില്ല. അതിന് ഞങ്ങളായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കാൻ ഭയങ്കര മോശമായിരിക്കും, എപ്പോഴും കളി മാത്രം, പഠനത്തോട് ഒട്ടും ശ്രദ്ധയില്ല എന്നൊക്കെ പറയുന്ന പാരൻസ് ഞങ്ങളോട് കംപ്ലൈൻറ്റ് പറയാറുണ്ട്. ഇതിന് ഞങ്ങളൊരു സൊല്യൂഷൻ കൊടുക്കുന്നത് വെച്ചാൽ, ഞങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻറ്റ് സൈക്കോളജിസ്റ്റുകളുണ്ട്. സ്റ്റുഡൻറ്റ് സൈക്കോളജിസ്റ്റുകൾ അവരെ ചെയ്യുന്നത് വെച്ചാൽ കുട്ടികളെ കൗൺസിലിംഗ് ചെയ്തിട്ട് ഞങ്ങൾ നല്ല പഠിക്കാൻ താല്പര്യമുള്ള മക്കളാക്കി മാറ്റിയെടുക്കുക ചെയ്യാം. നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. സ്കൂൾ അടിപൊളിയായിട്ട് കിട്ടും, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ അപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് പിന്നെ ഇവരുടെ ഈ ഒരു സ്റ്റുയിഡ് ഓൺലൈൻ ആപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ മകൻ 8ാം ക്ലാസ്സിലേക്കാണ്. പിന്നെ അതിലേക്കൊരു അഡ്മിഷൻ, ഇവരുടെ ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ആ ഒരു സന്തോഷം കൂടെ ഉണ്ട്. നിങ്ങൾ ഇവരുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ക്ലാസ് എത്രത്തോളം ഇംപ്രസീവാണ്, നല്ലതാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനൊക്കെ ട്രയൽ സംവിധാനമുണ്ട്. അപ്പോൾ അതും കൂടി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സംഗതികൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്.